ഒരു കോട്ട് വായിച്ചാണെന്ന്, യു സേ എൻജോയ് ബട്ട് ഇറ്റ് ഈസ് വെൻ യു എൻഡ് ജോയ് ദാറ്റ് യു ക്യാൻ റിയലി എൻജോയ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ബിക്കോസ് നമ്മളെല്ലാം ഒരുപോലെ കാണണം എന്ന് പറഞ്ഞിട്ടേ എൻജോയ് ചെയ്യണമെങ്കിൽ ജോയ് എൻഡ് ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിച്ചത്? അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന വ്യത്യസ്തമായൊരു കാര്യത്തെയാണ്. ജോയ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴിയുള്ള കണ്ണുകൊണ്ടോ കാതുകൾ കൊണ്ടോ ത്വക്കുകൾ കൊണ്ടോ ഒക്കെയുള്ള മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങൾ വഴിയുള്ള നമ്മുടെ റിസപ്ഷൻ ആണ് അവിടെ ജോയ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ റിസീവ് ചെയ്ത് അവയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ ജോയ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവയുടെ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ബോധത്തിലേക്ക് പ്രവേശിക്കുക. വേർ ദ എക്സ്പീരിയൻസ് ഡൈസ്, there starts the awareness or the consciousness. So long as you are in experience, you are not aware. അതാണല്ലോ രജ്ജു സർപ്പന്യായം എന്ന് പറഞ്ഞ വേദാന്തികൾ പറയുന്നത്. കയറിനെ കാണുമ്പോൾ പാമ്പാണെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നിടത്തോളം കയറാണെന്നുള്ള സത്യം അറിയില്ല. കയറാണെന്നുള്ള സത്യം എപ്പോൾ അറിയുന്നുവോ അപ്പോൾ പാമ്പല്ല എന്നുള്ള ബോധം വരികയും ഭയമില്ലാതാവുകയും ചെയ്യും. അവിടുത്തെ എക്സ്പീരിയൻസ് എന്താണ്? ഭയമാണ്. ദ ജോയ് ഈസ് ഫിയർ ഓഫ് ജോയ്. ജോയ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഐസ്ക്രീം മാറ്റി ഓടിക്കുമ്പോൾ ചിരിക്കുന്ന ചിരിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ജോയ് മീൻസ് എക്സ്പീരിയൻസ്. അവിടെ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ എക്സ്പീരിയൻസിൻ്റെ എൻഡ് എവിടെയാണോ സംഭവിക്കുന്നത് അവിടെയാണ് അവയർനെസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കോൺഷ്യസ്നസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് നിത്യമായിരിക്കുന്ന ഒരു റിലീഫിലേക്ക്, നിത്യമായിരിക്കുന്ന ഒരു ആനന്ദത്തിലേക്ക് പോകുന്നത്. സോ ദാറ്റ് യു ക്യാൻ കം ബാക്ക് ടു ജോയ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം ജോയ് അറ്റ് ദി സെയിം ടൈം. വീണ്ടും നിങ്ങളൊരു കയറ് കാണുകയാണ്. അതായത് നിങ്ങളൊരു യാത്ര വിമാനത്തിലേക്ക് കയറി പോകുന്ന വഴി ഒരു കയറ് കണ്ട് പാമ്പാണെന്ന് പേടിക്കുകയും ആ പേടി അടുത്ത നിമിഷത്തിൽ തന്നെ ഇത് കയറാണെന്ന് ബോധ്യപ്പെട്ട ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. വീണ്ടും കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കണ്ടിട്ട് കയറാണെന്ന് മനസ്സിലാക്കുകയും പാമ്പാണെന്ന് പേടിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഇച്ഛയിൽ. അതാണൊരു ബുദ്ധൻ ചെയ്യുന്നത്. അദ്ദേഹം അത് പാമ്പാണെന്ന് മനഃപൂർവ്വം ചിന്തിച്ച് ആ ഭയം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. പാമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകും. പാമ്പല്ല. കാരണം ഭയക്കാനായിട്ട് ലോകത്തൊന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നവനാണ്. എന്നാലും അദ്ദേഹം ഭയം അനുഭവിക്കുന്നു, അഭിനയിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭയത്തെ കുറച്ചുകൂടി വളരെ വലുതായിട്ട് മാഗ്നിഫൈ ചെയ്ത് നമുക്ക് കാണുകയും ചെയ്യാം. ഭയങ്കര പേടിയാണ് ഒക്കെ പറഞ്ഞാലും എന്ന് ആളുകൾക്ക് തോന്നുകയും ചെയ്യും. അങ്ങനെ ഒരു ഭയം അഭിനയിച്ചാൽ മാത്രമേ കൂടെ നിൽക്കുന്നവർ ഞങ്ങളാണ് ഗുരുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊരു ബോധം ഉണ്ടാക്കി നിർത്താവുള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങൾ അങ്ങേ സഹായിച്ചോളും എന്ന് പറഞ്ഞ് നിൽക്കും. കാരണം പേടിയുണ്ടെന്നൊരു തോന്നലുണ്ടാണ്. അല്ലാതെ പുള്ളി തീരെയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുറകെ നിൽക്കാനില്ലേ നോക്കുള്ളൂ. മറ്റേ പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞൊരു മിഥ്യാബോധത്തിൽ അവർ നിൽക്കും. അതുകൊണ്ട് ആ ഭയം അനുഭവിക്കുകയും ചെയ്യും, അഭിനയിക്കുകയും ചെയ്യും. അപ്പോൾ വ്യക്തമായല്ലോ, ആ കയറാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ കയറിനെ പാമ്പാക്കുന്നു, മാനസികമായിട്ട് പാമ്പാക്കി അതിനെ പേടിക്കുക. ആലോചിച്ചു, മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ബോധവാൻ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ. ഈ ഭയക്കേണ്ടാത്ത വസ്തുക്കളെ മനഃപൂർവ്വം ഭയക്കും, ഇഷ്ടപ്പെടേണ്ടാത്ത ജീവികളെ ഇഷ്ടപ്പെടും, സ്നേഹിക്കാൻ പാടില്ലാത്തവരെ സ്നേഹിക്കും. ഇങ്ങനെയെല്ലാം ചെയ്യും. അവർ ഈ അനുഭവത്തിൽ കൂടെ പോകും. അനുഭവത്തിനെ വെറുതെ കളയില്ല. വെറുതെ എന്തിനു കളയണം? കളയില്ല. അപ്പോൾ അതുകൊണ്ട് ആ അനുഭവത്തെ അവർ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളയുന്നില്ല. ഭയമെങ്കിൽ ഞാൻ ഭയക്കാം. അപ്പോൾ ഈ ശിവൻ എന്തിനാ ഈ വിഷം വാങ്ങിച്ച് കുടിക്കുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്? ശിവന് വിഷമല്ലാത്തതും തമ്മിൽ വ്യത്യാസമില്ല. ദാഹിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഗതി വിഷമെങ്കിൽ വിഷം എന്നുള്ളതല്ലോ. അവിടെ പേടിക്കാനൊന്നുമില്ല, ശിവന് പേടിക്കാനൊന്നുമില്ല. സ്വയം നശിക്കും എന്നുള്ള ഭയം ഉണ്ടെങ്കിൽ ശിവൻ കുടിക്കുമോ? അങ്ങനെ ഭയമില്ല. നിർഭയനായിട്ട് ആ വിഷത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ ഭയമില്ലാതിരിക്കുന്ന ഒരാൾക്ക് ഭയത്തോടുകൂടി ഒന്ന് കഴുത്തി പിടിക്കുന്നു എന്നർത്ഥം, പേടിച്ച്. അവിടെ ഒരു ഭയത്തിൻ്റെ അനുഭവമാണ്. അപ്പം നമ്മളെന്തോന്ന് പറയും? കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയും, അയ്യോ പാർവതി പിടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ശിവനില്ലാതായിപ്പോയത്, നമ്മൾ എവിടെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സ്വാമിമാരൊക്കെ എന്തോന്ന് പ്രതിമ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. ശിവനില്ലാതെ കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രതിമ ഉണ്ടാക്കി വയ്ക്കാൻ ഒക്കില്ലല്ലോ പലർക്കും. അപ്പം അവർ അന്ന് കഴുത്തിൽ കയറി പിടിച്ചുകൊണ്ട് പ്രതിമകളുണ്ടാക്കി പൈസ ഉണ്ടാക്കാം. എന്ത് ചെയ്യായിരുന്നു? അല്ലെങ്കിൽ
ശരിയല്ലേ എന്ന് വിചാരിക്കുന്നു. അതൊരു നാടകമാണ്, ലീലയാണ്. ഭയമൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. ഭയത്തെ ഉണ്ടാക്കുന്നു. എവിടെ നിന്നാണ് ഈ ഭവഭയം ഉണ്ടാകുന്നത്? സംസാര ഭയം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ബോധത്തിൽ നിന്ന് തന്നെയാണ്. ബോധം തന്നെയാണ് സംസാരമായി മാറുന്നത്. ആ സംസാരത്തിൽ നിന്ന് തന്നെയാണ് ഭയം ഉണ്ടാകുന്നത്. അനുനിമിഷം സംസാരത്തിന് സുഖത്തിൻ്റേതായ അനുഭവങ്ങൾ ഉണ്ടാവുമെങ്കിലും ഭയം കൂടെ അതിൻ്റെ പുറകെ വച്ചുകൊണ്ട് നിരന്തരം സുഖാനുഭവവും ഭയവും സുഖാനുഭവവും ഭയവും എന്ന് പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതല്ല, ഈ ഭയവുമല്ല സുഖവുമല്ല നിത്യമായിരിക്കുന്നത്, ഇതിൻ്റെ അപ്പുറത്തൊന്നാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു പ്രവണത മനുഷ്യനുണ്ടാകും. അതാണ് ആ ഭയത്തിൻ്റെ ധർമ്മം. അതുകൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എൻഡ് ജോയ് ആൻഡ് എൻജോയ് എന്ന് പറയുന്നത്.